നിങ്ങൾക്ക് ഈ തത്സമയ സംപ്രേഷണം വന്നുകൊണ്ടിരിക്കുന്നത് മണിയുടെ മീഡിയ സിറ്റിയിലെ 12K വിസ്താര സ്റ്റുഡിയോയിൽ നിന്നാണ്. വളരെ വിശാലമായ ഒരു സ്റ്റുഡിയോ സംവിധാനമാണിത്. നിങ്ങൾക്കറിയുന്ന പോലെ ഫ്ലവേഴ്സിൻ്റെ പരിപാടികളൊക്കെ തന്നെ ഈ സ്റ്റുഡിയോയിൽ സാധാരണ ചിത്രീകരിക്കും. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറൊക്കെ സ്റ്റാർ മാജിക്കും അങ്ങനെയുള്ള പരിപാടികളൊക്കെ തന്നെ ഇവിടെയാണ് ചിത്രീകരിക്കുക. അപ്പം നമുക്ക് പ്രേക്ഷകർക്ക് വേണമെങ്കിൽ ഈ ഫ്ലോർ ഒന്ന് കാണാം. അപ്പോൾ വളരെ വിപുലമായ ഒരു ഫ്ലോർ സംവിധാനമാണ് നമുക്ക് 24 ഫ്ലവേഴ്സിനും ഈ മീഡിയ സിറ്റിയിൽ ഉള്ളത്. 12K വിസ്താര സംപ്രേഷണ സാധ്യതയിലൂടെയാണ് ഇതിപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ 6ാം കൊല്ലത്തിൻ്റെ നിറവിൽ നിൽക്കുമ്പോൾ നമ്മൾ മിക്കവാറും ഈ വാർഷികം ആഘോഷിച്ചതൊക്കെ തന്നെ ആഷ്മി ഈ ഫ്ലോറിൽ നിന്നാണ് അല്ലേ? അപ്പോൾ അതിൻ്റെ ഒരു സുഖമില്ലേ വിജയകുമാർ? വിജയകുമാറിന്റെ മന്ദളം കൊട്ടാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മഴ പെയ്യുന്നു മന്ദളം കൊട്ടുന്നു, ബാക്കി പറയാൻ കൊള്ളത്തില്ല. ഓക്കെ, അങ്ങനെ നാട്ടിൻപുറത്തൊക്കെ ഉള്ള ചില പാട്ടിന്റെ ശീല മന്ദളത്തൊക്കെ പറഞ്ഞു കേട്ടുണ്ടോ? ഉണ്ട്, ചങ്ങനാശ്ശേരിയിലുണ്ടോ? ഇത് ചങ്ങനാശ്ശേരി പന്തളം, ചങ്ങനാശ്ശേരി മുതൽ പന്തളം വരെ. ഇപ്പൊ ഈ ചങ്ങനാശ്ശേരി ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചിരിക്കുക. വൈദികൻ അത് മാമ്മൂട് എന്ന് പറയുന്ന ഒരു ഇടവകയാണ്. ചങ്ങനാശ്ശേരി നമ്മുടെ കറുകച്ചാലിൽ നിന്ന് ചങ്ങനാശ്ശേരിയിലേക്ക് വരുന്ന വഴിക്കുള്ള ഒരു ഇടവക മാമ്മൂട്. അവിടെ ഇന്നലെ വലിയ ആഘോഷമൊക്കെ ആയിരുന്നു. എസ് കെ, ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ സ്റ്റുഡിയോയുടെ സംവിധാനം. അപ്പൊ ഇനി ആഷ്മി നമ്മൾ എങ്ങോട്ട് പോകും? അടുത്ത വാർത്ത. എസ് കെ, നമുക്കൊരു വാർത്ത രാവിലെ വരുന്നത് സബ്സിഡി നിരക്കിൽ നൽകുന്ന സാധനങ്ങളുടെ അളവ് സപ്ലൈകോ ചെറുതായിട്ട് കുറച്ചു എന്നാണ്. അത് ചെറിയ കടലയുണ്ട്, ഉഴുന്നുണ്ട്, ചെറുപയറുണ്ട്, ഇതൊക്കെ 1/2 കിലോഗ്രാമോ എന്ന് പരിമിതപ്പെടുത്തി. സാധനം സ്റ്റോക്ക് കുറവാന്നാ പറയുന്നത്. ഓക്കെ, സത്യം. ആഷ്മി, നമ്മൾ പ്രേക്ഷകരോട് പറഞ്ഞു 6ാം വർഷത്തിന്റെ ആഘോഷ പരിപാടികൾ ഭാഗമായിട്ട് പല കാര്യങ്ങളും പ്രേക്ഷകരെ നമുക്ക് അറിയിക്കാനുണ്ട്. എന്നാൽ വാർത്തകൾക്ക് ഒരു പഞ്ഞും ഉണ്ടാകില്ല. ഉണ്ടാവുമോ? ഇല്ല, വാർത്തകൾക്ക് പഞ്ഞും ഉണ്ടാകില്ല. എന്നാ പിടിച്ചോളൂ ആർ ശ്രീജിത്തിന്റെ വാർത്ത അല്ലേ? ശ്രീജിത്ത്, താങ്കൾ റെഡിയാണോ? ഗുഡ് മോർണിംഗ്, ഹാപ്പി ബർത്ത്ഡേ ടു 24. ഗുഡ് മോർണിംഗ് എസ് കെ, ഹാപ്പി ബർത്ത്ഡേ ടു 24. എല്ലാവർക്കും ആശംസകൾ. എല്ലാവരും കൂടെ ചേർന്ന് തകർക്കുക. ശ്രീതട, ഇപ്പൊ എന്തോ ഈ 1/2 കിലോ ആയി നിജപ്പെടുത്തി. അത് സാധനം കുറവാന്നാ പറയുന്നത്. യഥാർത്ഥത്തിൽ കുറവാണോ? വേറെ വല്ല പ്രതിസന്ധി ഉണ്ടോ? ഹാഷ്മി, 13 ഇനം അവശ്യ സാധനങ്ങളാണ് സപ്ലൈകോയുടെ മാവേലി സ്റ്റോറുകളിലൂടെയും പീപ്പിൾസ് ബസാറിലൂടെയൊക്കെ നമ്മൾ ഇവിടെ സർക്കാർ വിതരണം ചെയ്യുന്നത്. പൊതുവിപണിയേക്കാൾ വില കുറച്ചാണ് ഈ സാധനങ്ങൾ വിറ്റഴിക്കുന്നത്. എന്നാൽ ഈ മാസം മുതൽ ഡിസംബർ 1 മുതൽ ഇങ്ങോട്ട് സപ്ലൈകോയുടെ പീപ്പിൾസ് ബസാറിലും മാവേലി സ്റ്റോറുകളിലുമൊക്കെ സബ്സിഡി സാധനങ്ങളുടെ അളവ് കുറച്ചു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ചെറുപയർ, അതോടൊപ്പം തന്നെ ചെറിയ കടല, ഈ തൊലി കളഞ്ഞ ഉഴുന്ന്, ഒപ്പം തന്നെ മറ്റ് ഈ സാധനങ്ങൾ, ഈ ചെറുപയർ, തൂരപ്പരിപ്പ് തുടങ്ങിയ സാധനങ്ങളാണ് നേരത്തെ 1 കിലോഗ്രാമാണ് സബ്സിഡി നിരക്കിൽ നൽകിയിരുന്നെങ്കിൽ അത് 1/2 കിലോ ആയിട്ട് കുറച്ചു. ഇതിന് കാരണമായി സപ്ലൈകോ അധികൃതർ വിശദീകരിക്കുന്നത് ഈ സാധനങ്ങളുടെ സ്റ്റോക്ക് പരിമിതമാണ്. അതുകൊണ്ടാണ് 1/2 കിലോ വീതം സബ്സിഡി സാധനങ്ങളായി പരിമിതപ്പെടുത്തിയത്. 15-ാം തീയതിക്ക് ശേഷം സ്റ്റോക്ക് വരികയാണെങ്കിൽ മറ്റ് ഈ റേഷൻ കാർഡുകളുമായി വന്നാൽ ആളുകൾക്ക് ബാക്കി കൂടി വാങ്ങാം എന്ന് പറയുന്നുണ്ട്. എന്നാൽ തിരുവനന്തപുരം നഗരത്തിലെ പല സപ്ലൈകോ ബസാറുകളിലും പല സാധനങ്ങളും കിട്ടാനില്ല. ഉദാഹരണത്തിന് നമ്മൾ ഓഫീസ് നിൽക്കുന്നതിന് തൊട്ട് അപ്പുറത്താണ് സപ്ലൈകോയുടെ ഈ പീപ്പിൾസ് ബസാർ. അവിടെ ചെറുപയർ ഇല്ലാതായിട്ട് 2 ദിവസമായി. അതോടൊപ്പം തന്നെ മറ്റ് പുളിമൂട്ടിലുള്ള മാവേലി സ്റ്റോറിലും അപ്പോൾ വഴുതക്കാടുള്ള മാവേലി സ്റ്റോറിലും ഒക്കെ തന്നെ ഈ സാധനങ്ങളുടെ ലഭ്യത കുറഞ്ഞു. ഇതിനൊപ്പമാണ് ഈ ആളുകൾ ഏറ്റവും കൂടുതൽ വിലക്കുറവിന് വേണ്ടി സപ്ലൈകോയെ ആശ്രയിക്കുന്ന ചെറുപയർ, ചെറിയ കടല, ഉഴുന്ന് പരിപ്പ്, സാമ്പാർ പരിപ്പ് തുടങ്ങിയ സാധനങ്ങളുടെ അളവ് 1/2 കിലോ ആയി കുറച്ചത്. എന്തായാലും ഇത് ജനങ്ങൾക്ക് വലിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമായിരുന്നു. കഴിഞ്ഞ കുറേ കാലമായി സപ്ലൈകോയിൽ ഒരവസ്ഥയായിരുന്നു. ആ അവസ്ഥയ്ക്ക് മാറ്റം വന്നിട്ട് ഏതാണ്ട് 2 മാസത്തോളം ആകുന്നേ ഉള്ളൂ. എന്നാൽ അതിനിടെ വീണ്ടും ഈ സബ്സിഡി സാധനങ്ങളുടെ ലഭ്യത 1/2 കിലോ ആയി കുറച്ചതാണ് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. വിജയ, നമുക്ക് ശ്രീജിത്തിനോട് മരുന്നും ചോദിക്കാനല്ലോ. പ്രധാനപ്പെട്ട ഒരു വിവരമാണ് രാവിലെ പറയുന്നത്. ആളുകളെ സംബന്ധിച്ച് ആശങ്ക ഉണ്ടാക്കുന്നതാണ്. ഇതൊക്കെ സപ്ലൈകോ ചെയ്യാമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. സപ്ലൈകോ ചെയ്യരുത്, നമ്മുടെ അഭിപ്രായം.